ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് നിങ്ങളിപ്പോ കേട്ടല്ലോ, ഗ്രാനി 3 അഥവാ മുറുക്കാൻ അമ്മച്ചിയുടെ ഗെയിം. അപ്പൊ ഗൈസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കിളവന്റെ കണ്ണാടി വെച്ച കണ്ണ് നമ്മൾ അടിച്ചു പൊട്ടിക്കുമെന്ന്. ഇന്ന് കണ്ടോ അങ്ങനെ കണ്ണും വേറെ പലതും ഞാൻ അടിച്ചു പൊട്ടിക്കും. നിങ്ങൾ അങ്ങോട്ടൊന്നും പോട്ടെ. ഇന്ന് ഗൈസ് ഇന്ന് നമ്മൾ ഇവിടെ ചോര തെറിക്കും. നമ്മളെ കഴിഞ്ഞ തെറിപ്പിച്ചാണെങ്കിൽ അവനെ ഞാൻ തെറിപ്പിക്കും. കണ്ടോ കിളവനും കൂടെ അവിടെ റൂമിന്റെ അത് കയറിയിട്ട് റൊമാൻസ് കളിക്കും. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത് കേട്ടോ. സോ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് മുറുക്കാൻ അമ്മച്ചിയുടെ ഗെയിമിലേക്ക് കിടക്കാം. അപ്പോൾ അമ്മച്ചിയുടെ ഗെയിം തുടങ്ങിയത് രണ്ടെണ്ണം അവിടെ നിൽപ്പുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞ പുളി എടുക്കും. കുളിച്ചിട്ട് വന്നിരിക്കുന്നുണ്ട് ഗൈസ്. മുടി കാടിയിൽ വീണ മറ്റേ പശുവിനെ കാണുക, വെള്ളത്തിൽ വീണ കായ്ക്കണ എന്തെങ്കിലും അവിടെ എവിടെയോ വീണാണെങ്കിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ കളിക്കാം. നമുക്ക് മുടി നോക്കിയിരിക്കുന്ന സമയം ഇന്ന് നമ്മൾ നോക്കുന്നത് കടിച്ചു പൊട്ടിക്കും. പക്ഷെ ഉണ്ടോ ഒന്ന് കളിക്കാം തുടങ്ങാം. കണ്ടോ ഇന്നിവിടെ ഇൻട്രോ ഒക്കെ നമ്മൾ കണ്ട് അടിച്ചു പോടാ ചെറുക്കടാ. കൊച്ചെടുക്ക സ്കിപ്പ് ഇൻട്രോ അത് തന്നെ. യെസ് കുറച്ചൊക്കെ ഞാൻ മനസ്സിലാക്കി. നമ്മളിവിടെ അപ്പോൾ ഗൈസ് നമ്മളിന്ന് ലക്കളവൻ്റെ റൂം അടിച്ച് പൊട്ടിക്കാൻ പോവുകയാണ്. കഞ്ഞ ഇപ്പം തന്നെ തരാം നിങ്ങൾക്ക് എൻ്റെ ജീവിതം ഇല്ലേ. തുറക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് മുകളിൽ പോവാം. അയ്യോ അപ്പം ഇവിടെ എന്താ ഇരിക്കണത്? ഇതെന്തരിത്? അല്ല അതിൻ്റെ കുണ്ടി കിട്ടിയല്ലേ, തീർന്നല്ലേ. നമ്മളിവിടെ കളിക്കാൻ വന്നേക്കുന്നു. ഓക്കെ ഗൈസ് നമ്മളോട് സ്കെൽറ്റ് ഇരിപ്പുണ്ട്. അതിനകത്തൊന്നും ഇല്ലാത്ത നമുക്ക് തുറക്കേണ്ട ആവശ്യമില്ല. താഴെ നമുക്ക് പിന്നെ പന്ന റോബോട്ട് അവിടെ ഇരിപ്പുണ്ട്. കള്ളമില്ല, കൊച്ചുപുണ്ടെ കട്ടി സീനാണില്ല. മഞ്ഞയിൽ കുഞ്ഞിനെ കണക്ക് തന്നെ ഒരു അനുസരണയില്ലാത്ത മൊട്ട തലയൻ കളവൻ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സാധനം. ഇത് എപ്പോഴും തുറന്നുകൊണ്ടിരിക്കും. ഇവർക്ക് വല്ല കുറ്റിയിട്ട് വെച്ചാൽ പോരെ ഈ തുറക്കാൻ ഗൈസ്. അപ്പോൾ ബൈ ദ ബൈ ഞാനും എൻ്റെ കൂട്ടുകാരൻ ആസിഫും ഹിദായത്തും ഗുഡ് ബോയ്സ് ആയിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്രാക്കിംഗ് സൗണ്ട്. ആക്സിലേറ്റർ എനിക്ക് കള്ള വരുന്നു. മുറുക്കാൻ അമ്മച്ചിയുടെ വായില് പൊട്ടിക്കും പടക്കവും വേറെ പലതും നമ്മൾ ട്രെയിൻ എസ്കേപ്പിന് ആവശ്യമുള്ള എന്തോ സാധനമാണ് ഇതിൽ ആക്സിലറേറ്റർ. അപ്പോൾ ഇത് നമുക്ക് താഴെ കൊണ്ട് വച്ച് നോക്കാം. കള വരുന്ന നോക്കാം. ഈ റോബോട്ടിന് ഗോൾഡ് നമുക്ക് ടിക്കറ്റ് എടുക്കണം. എന്നാലും നമുക്ക് ടിക്കറ്റ് കളവൻ വരട്ട് കളച്ചുകൊണ്ടിരിക്കുകയാണ് ചോര. അവരെ മൂപ്പിടിച്ച് പൊട്ടിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ സിലിണ്ടറിന് വന്നായിരുന്നു, പക്ഷെ നമ്മൾ കണ്ടില്ല. ജസ്റ്റ് മിസ് ഗൈസ്. നമുക്ക് ഇതിവിടെ ഇട്ടേക്കാം ഈ ഹോളിൻ്റെ അകത്ത്. പിന്നെ അവിടെ എന്തോ സാധനം ഇരിപ്പുണ്ട് ഗൈസ്, അത് നമുക്ക് എടുക്കണം. പക്ഷെ ഇതിലെ കിളവൻ തോക്കുകൊണ്ട് വന്നാൽ വടിയാകും. കിളവാ അങ്ങനെ മോളായിരിക്കും. അങ്ങനെയൊക്കെ ചെവി കെട്ടൂടല്ലോ വൈദ ബൈ കെട്ടൂടല്ലോ ലൊല്ലേ. ഗൈസ് ഞാനിതൊക്കെ റെക്കോർഡ് ചെയ്ത് തരുന്നു. പിന്നെ ഞാൻ ഇവിടെ ക്രാക്കാവും ഫ്ലോർ ഇവിടെ ഇരുന്ന് പോവാം. ഈ ഓടിച്ചെടുക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തലയിട്ടാണ് നിങ്ങൾ. കളവരെ ട്രാപ്പ് വെച്ച് സൗണ്ട് കേട്ട്. ഇതൊന്നും ഒന്നുമില്ല. കുറേ ഷെൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഒരു മാങ്ങയും വയ്ക്കത്തുമില്ല. വെപ്പൺ വേണമല്ലോ നമുക്കില്ല. സ്ലിംഗ് ഷോട്ടിൻ്റെ വെപ്പൺ കീ എടുത്ത് കളവൻ്റെ റൂമിൽ പോയിട്ടില്ല. ഇവിടെ എന്തോ ഫയർ വുഡ്. യെസ് ബോയ്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഫയർ വുഡ് ഉണ്ടല്ലോ നമുക്ക് എല്ലായിടത്തും ഇവിടെ ഒരു സ്ഥലത്ത് കൂട്ടിയിടാം. ഇവിടെ സൗണ്ട് അയ്യോ ഫയർ വുഡ് എവിടെ? അപ്പ് പെട്ട് തേഞ്ഞ്
ഇനി ഷോർട്ട് ഗൺ വെച്ചാൽ മുകളിൽ ഒരു കാക്കയുണ്ടല്ലോ ഏറ്റവും മുകളിൽ, അതിനെ കൊല്ലാൻ പറ്റും. അത് ഇതിൻ്റെ അകത്ത് ഇറങ്ങിപ്പോയി. ഫയർ വുഡ് നമുക്ക് നല്ല വെപ്പൺ കിട്ടിയിട്ടാണ് കൈസ്. നമ്മൾ കിളവൻ്റെ റൂമിൽ ഇത് തുറന്നിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് മുറുക്കാൻ നല്ല ഇപ്പുറത്തോ ഇപ്പം എനിക്ക് തോന്നുന്നത് ഒന്നുമില്ല കൈസ്. അയ്യോ പെട്ട് ഇപ്പോൾ അവിടെ ഇരുന്നാണ് ഞാൻ. ഇല്ല അയ്യോ മോയെ സബൂർ നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ ഇല്ലേ, കാണും ഇമ്പ്രൂവ്മെൻ്റ് കാണും ഗൈസ് അല്ലേ. നമുക്ക് സെറ്റാക്കില്ലെങ്കിൽ പിന്നെ എന്തിനാവാൻ. ഇന്ന് ഞാൻ പറഞ്ഞണക്കല്ല അങ്ങനെ മാസ് കണ്ണാടി അത് എൻ്റെ കണ്ണിയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ച് കിളവൻ വന്നു മക്കളിൽ പോകണം. ഇതേ കള്ളക്കളവി അവിടെ പ്രായത്തിൽ മൂതാണോ ഞാൻ നോക്കത്തില്ല. കമത്തി അടിക്കും കണ്ടല്ലേ മലത്തി. പൊതുവെ ക്ലാസ്സിൽ നിന്ന് മലത്തിയൊക്കെ അടിക്കുന്നുണ്ട്. പൊക്കി ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ കമത്തിയും കടിക്കും. വീണത്തില്ല കഴിച്ചു, പക്ഷെ അത് കളിയാണ്. നമ്മൾ അതിൻ്റെ അകത്ത് എന്തോ ഉണ്ടായിരുന്നല്ലോ നമ്മളൊന്നും നോക്കില്ല. ആ റോബോട്ടിനെ കൊണ്ട് നമുക്ക് സൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നില്ല. കളവന് ഫ്യൂസ് നമുക്ക് മുകളിൽ കൊണ്ടുപോകണം കൈസ്. മുകളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ വയ്ക്കാനുണ്ട്. എന്നാലും എല്ലാം ലിഫ്റ്റ് വർക്കാവും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച്. സൗണ്ട് ഉണ്ടാക്കടാ മോനെ. കളവനും പറഞ്ഞ ഇല്ലെങ്കിൽ നിന്റെ കളവ അടിച്ചാൽ പൊട്ടി. സൗണ്ട് ഉണ്ടാക്കുക. പ്രേരിപ്പിക്കൂ. ഇത് തന്നെ ചുമ്മാ മുകളിലേക്കെല്ലാം കളയല്ല. അയ്യോ ഞാൻ ചോദിച്ചാൽ അവരായിരിക്കും പോയെന്ന്. സോറി ഗൈസ്, ഞാൻ ആ പന്ന നിന്റെ വീട്ടിൽ വെച്ച് ദാരിദ്ര്യം കൂടുതലാണ് ഇവിടെ കിടന്ന് ക്രിമി ഇറങ്ങുന്നത്. ഓക്കെ ഗൈസ് ഡേ 3 എങ്ങാണ്ടായി. നോക്കാം. ഇതിലെന്തോ സ്റ്റോറേജ് ആണ് ഒരു വന്നായിരുന്നു ഗൈസ്. അതാണ് ഞാൻ മാറ്റിയത്. നമ്മളിപ്പോൾ ഇവിടെ നമുക്കിപ്പം മുകളിൽ നമ്മളെ ഫ്യൂസ് താഴെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓടിപ്പോയി ഫ്യൂസ് എടുത്തിട്ട് എന്നിട്ട് നമുക്ക് മുകളിൽ പോവാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, റോബോട്ടിൻ്റെ ശബ്ദം ഉണ്ടാക്കി രണ്ടുപേരെയും വിളിക്കില്ല നടക്കുമോ നോക്കാം. ഇവിടെ മറ്റേ ഇവിടെ കൊണ്ടുപോകും. ഇത് അങ്ങനെ ചെറിയ ഇവിടെ എനിക്കിവിടെ ഇടാം സാധനം. എനിക്ക് വിളിക്കാറുണ്ട്. താഴെ വീണില്ല, അതിന് മുമ്പേ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. ഇതുകൂടാം, ആക്സിലറേറ്റർ എടുത്തിട്ട് അതുകൂടാം. എന്തരീ മാത്രമല്ല ഗൈസ്. ഓ ഹൈഡ് ആൻഡ് സീക്ക് നിന്റെ നിന്റെ കെട്ടിയാനോടെ പോയി കളി ഹൈഡ് ആൻഡ് സീക്ക്. മുട ഇറക്കുന്ന എന്നെ പൊന്നു കളവി. നീ നിങ്ങളെ കണക്കുന്ന വലിയ നീണ്ട മോച്ച നൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ അങ്ങേര് വരാനൊന്നും പോണില്ല, ഞാൻ ഇറങ്ങി പോകാമോ. ഇത്ര ഇട്ടിട്ട് അങ്ങേര് വരാൻ വയ്യ. ഓക്കെ ഗൈസ് നമുക്ക് ബാക്കി കളിയാം. അതിലെന്തോ ഒരു പ്രശ്നം വേണ്ടെന്നായിരുന്നു. അതാണ്
ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കിളവൻ മാറണം. അവിടെയാണ് ടാസ്ക്. മാച്ചസ് വലിയ കാര്യമില്ല. നമ്മളെ ഫയർ വുഡ് ഗ്ലിച്ച് അടിച്ചോളെ കണ്ടേ. ഇവിടെ നമുക്ക് ജാമ എനിക്ക് ദേശത്തെ വഴി ആണ്ട് എടുക്കുന്ന ഫയർ വുഡ് ഇങ്ങനെ തോക്കുണ്ട്. ഇങ്ങനെയുള്ള കളിക്കാൻ തന്നാൽ പണി കിട്ടും. ഒന്നൊന്നര പണി കിട്ടും എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പടി കൊളുക്ക എന്തൊക്കെയാ പണി കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ പറ്റിയിട്ട് അണ്ടാ തള്ള ഇപ്പം മോയെ ഒന്ന് ഇതില്ല കള. നമ്മൾ തുടങ്ങിയിട്ട് ഇതിലെ കൊച്ചുമോനെ കണ്ടില്ല. അവൻ ജാറ്റി ഇട്ടുകൊണ്ട് വരുന്നു. അവൻ മിക്കവാറും ഗ്രാനി 2 1 കണ്ടില്ല. എന്തെങ്കിലും ആളുകൾ എവിടെയെങ്കിലും നമുക്ക് എത്തിയാൽ മതി. ശരി, എവിടെയെങ്കിലും എത്തിയാൽ നമുക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ജയിച്ചാൽ മതി. കണ്ടേ കളവനെ ഇല്ല. ഫയർ വുഡ് കിടക്കുന്നു. പക്ഷെ രണ്ടും എടുത്തൊന്ന് മുകളിൽ പൂക്ക് നടക്കൂല. പ്ലാങ്ക് മുകളിലല്ല താഴെ കേസ് നമുക്ക് പൊളിക്കാം. ആദ്യം ഇത് മുകളിൽ കൊണ്ടിടണ്ടില്ല. കാക്കയുടെ ചന്തി നമുക്ക് ചുട്ടെടുക്കാം. എന്നിട്ട് നമ്മൾ ഫിറോസ്കിയെ വേണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയാണ് കാക്കയുടെ ചന്തി ചുട്ടെടുക്കൽ. കാക്കയെ ചുട്ടെടുക്കൽ. ഇതിവിടെ ഇട്ടേക്കാം. എന്നിട്ട് താഴെ പോയി ഫയർ വുഡ് എടുത്തിട്ട് വരാം. ഇതുകൊണ്ട് കിടക്കുന്നു. ഇടയ്ക്ക് ആ കിളവൻ വരായിരുന്നു. അത് അപ്പോഴാ കാക്കയുടെ അവിടെ ചൂടടിക്കും. അപ്പോൾ നമുക്ക് മുകളിൽ പോയി കാക്കയുടെ എന്തായാലും മിക്കവാറും കോയിനായിരിക്കും കാക്കയുടെ അവിടെ. എങ്കിൽ പിന്നെ നമുക്ക് താഴെ നിന്നില്ല. ഇവൻ്റെ ഇല്ലേ ഇല്ല റോബോട്ട് കീ ശബ്ദം അവന് കൊടുക്കുന്ന ഒരു ടിക്കറ്റ് കള്ളായിരുന്നു. അവർ ടിക്കറ്റ് എങ്ങാണ്ട് എനിക്ക് ടിക്കറ്റ് വിളിച്ചിരിക്കും. അവർ ടിക്കറ്റ് എങ്ങാണ്ട് തരും കൈസ്. അപ്പോൾ നമുക്ക് ആ ടിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ പിന്നെ കൊടുക്കുമ്പോൾ അവന് ശബ്ദം ഉണ്ടാക്കത്തില്ല അവൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് ട്രെയിനിൻ്റെ അകത്ത് കണ്ടോ അവൻ തന്നെ എന്തൊരു ഓർഡർ തരും. അപ്പോൾ നമുക്ക് ആക്സിലേറ്റർ ആയി ട്രെയിൻ എസ്കേപ്പിന് ആക്സിലേറ്ററും പിന്നെ എന്തെങ്കിലും ട്രെയിൻ ചെയ്യാം പോരെ. കിളവ് വന്ന് ഇവിടെ ഉറങ്ങിയായിരുന്നെങ്കിലേ ഗൈസ് നമുക്ക് അങ്ങനെ ഇതെടുക്കാറുണ്ട്. ഏത് തോക്ക്. സോ ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് അത് നോക്കാം. ആരുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് കത്തിക്കുന്നത്? ഇത് കത്തിക്കുന്നത് എങ്ങനെ? ഈ മാച്ചസ് പണിവാളിയാണേ. ആ നൈറ്റ് ചേച്ചി വന്ന വെള്ള കിളവി. നമ്മൾ മാക്സിമം അടുത്ത എപ്പിസോഡ് കേട്ടില്ല. ഇപ്പോൾ പെട്ടാൻ കിളവി മോളിൽ പോകുന്ന ചേച്ചിപ്പോഴാണ്. അയ്യോ പിടിച്ചടാ മിക്കവാറും പിടിക്കൂടാ. പക്ഷെ അവർ കിടന്നുണ്ട്. ഇടിച്ചു കൊടുക്കണം. ഒടിഞ്ഞു പോ സാത്താനെ. എത്രാമത്തെ ദിവസം വൈദ്യുതി എത്രാമത്തെ ദിവസം? അയ്യോടാ. ഹലോ സാർ ഹലോ അയ്യോടാ ഒന്നും വരുന്നില്ലല്ലോ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഗ്രാൻഡ് ചേച്ചി നമ്മളെ കൊലപാതകം കഴിച്ചിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമ്മൾ ഫ്യൂസ് കണ്ടുപിടിച്ചു, നമ്മളതൊക്കെ കണ്ടുപിടിച്ചു, എല്ലാം ചെയ്തു. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്, അടുത്ത ഗ്രാനിയുടെ വീഡിയോ ഇച്ചിരി ലെങ്ത് കൂടുതലായിരിക്കും. പക്ഷേ ആ വീഡിയോയിൽ അന്ന് നമ്മൾ ഈ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതാണ്. കേട്ടോ നീ മനസ്സിലായി? എസ്കേപ്പ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ ഞാനും എൻ്റെ കൂട്ടുകാരൻ ആസിഫും ഇതായിട്ട് നന്നാ തീരുമാനിച്ചു. സോ ഗൈസ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് ഒരു കിട്ടുന്ന വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.